നമസ്കാരം. ഇന്ന് നമ്മളൊരു റിവ്യൂ വീഡിയോ ഒന്നുമല്ല ചെയ്യുന്നത്. കുട്ടികളൊക്കെ ഓൺലൈൻ ക്ലാസ്സായിട്ട് വീട്ടിലിരിക്കാനുള്ളൂ. അപ്പം നമ്മളൊക്കെ സ്മാർട്ട് ഫോണിൽ ചെയ്യാൻ പറ്റിയ ഒരു ഹോളോഗ്രാം പ്രൊജക്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്. നമുക്കൊന്ന് എങ്ങനെയാണ് ചെയ്യാമെന്ന് കണ്ടു നോക്കാം. ഈ ഒരു ഹോളോഗ്രാം പ്രൊജക്ഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള ഇത്തരത്തിലൊരു ഷീറ്റാണ്. നിങ്ങളെ തൊട്ടടുത്തുള്ള ഫാൻസി കടകളിൽ കിട്ടും. അല്ലെങ്കിൽ CD ഒക്കെ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുമല്ലെങ്കിൽ ആമസോണിൽ ഇത് അവൈലബിൾ ആണ്. അതിനൊന്നും ആവശ്യമില്ല. 5 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങളെ തൊട്ടടുത്ത ഫാൻസി കടകളിൽ നിന്ന് ഇത് സിമ്പിളായിട്ട് എടുക്കാം. ഒരു വൈറ്റ് പേപ്പറിലോ അല്ലെങ്കിൽ കാർഡ്ബോർഡിലോ സ്കെയിൽ ഉപയോഗിച്ച് നമുക്കൊരു ട്രപ്പീസിയാണ് ഉണ്ടാക്കേണ്ടത്. അളവുകളൊക്കെ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പം പെന്നെ ഉപയോഗിച്ച് ഇതുപോലെ കറക്റ്റ് അളവിൽ വരച്ചെടുക്കുക. ഇതൊരു ഗ്രാഫ് പേപ്പറിൽ ചെയ്യുന്നതായിരിക്കും നന്നാവുക. എൻ്റെ അടുത്ത് ഗ്രാഫ് പേപ്പർ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ കറക്റ്റായിട്ട് ഇതുപോലെ വരച്ചിട്ട് 1 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. ഇത് CD-യിലും പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും എളുപ്പം എനിക്ക് തോന്നുന്നത് ഇത് തന്നെയാണ്. ഈ ഒരളവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മാറ്റി ചെയ്യാവുന്നതാണ്. ഈ ഒരു ട്രപ്പീസിയം നമുക്ക് വൈറ്റ് ഷീറ്റിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഷേപ്പ് വെച്ചിട്ടാണ് നമുക്ക് ബാക്കിയുള്ള 4 സൈഡുകൾ പ്ലാസ്റ്റിക് ഷീറ്റിൽ നിന്നും കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഇതേ അളവിലുള്ള 4 പീസുകൾ നമ്മളെ പ്ലാസ്റ്റിക് ഷീറ്റിൽ നിന്നും കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് കിട്ടിയ 4 പീസുകൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ ഗമ്മോ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കുക. ഞാനിവിടെ ഇൻസുലേഷൻ ടേപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സെല്ലോ ടേപ്പ് ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. ഈ 4 പീസ് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിരമിഡലായിട്ടുള്ളൊരു ഷേപ്പ് കിട്ടും. ഇതാണ് നമ്മൾ പ്രൊജക്ടറായിട്ട് ഉപയോഗിക്കുന്നത്. ഹോളോഗ്രാഫിക് പ്രൊജക്ടർ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഹോളോഗ്രാഫിക് വീഡിയോസ് സെർച്ച് ചെയ്താൽ മതി. വീഡിയോസ് പ്ലേ ചെയ്തതിന് ശേഷം ഫോണിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ പ്രൊജക്ടർ പ്ലേസ് ചെയ്യുക. ഇനി ഇത്തരത്തിലുള്ള കുറച്ച് വീഡിയോസ് കണ്ടു നോക്കാം.
എല്ലാവരും ഒന്ന് ഇത് പരീക്ഷ നോക്കുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.